ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇ ഡി റെയ്ഡ് തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹോദരിയുടെയും വീട്ടിലെ റെയ്ഡ് അവസാനിച്ചു. വീട്ടുകാരുടെ മൊഴി ഇ ഡി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ ഇ ഡി റെയ്ഡ് തുടരുകയാണ്. ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. വലിയൊരു ഓപ്പറേഷനായിരുന്നു. കേരളം, തമിഴ്നാട്, പിന്നെ കർണാടകം അല്ലേ? കർണാടകം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിവിധയിടങ്ങളിൽ ഒരേ രീതിയിലുള്ള റെയ്ഡായിരുന്നു. ഇപ്പോൾ എവിടെയൊക്കെ റെയ്ഡ് ഈ മണിക്കൂറിലും ഈ വൈകിയ വേളയിലും തുടരുകയാണ്. എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാവുന്നത്? രതീഷ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നന്തൻകോട്ടെ ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന 14 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. രാവിലെ 7 മണിയോടെ തുടങ്ങിയ പരിശോധനയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ആദ്യം ഇ ഡിയുടെ ഒരു സംഘമായിരുന്നു അന്വേഷണത്തിന് വന്നത്. പിന്നീട് മറ്റൊരു സംഘം കൂടി അന്വേഷണത്തിനൊപ്പം ചേർന്നു. ഇപ്പോൾ ആ പരിശോധന തുടരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന 2 സെക്ഷനുകളിലായിട്ടാണ് പരിശോധന ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ്. അവിടെ പ്രധാനമായും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊപ്പം തന്നെ ശബരിമലയിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ആ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്നാണ്. ഏതായാലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ റെയ്ഡ് അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ദേവസ്വം ആസ്ഥാനത്തെ റെയ്ഡ് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ സ്ട്രോങ് റൂം ഒന്നുമില്ലല്ലോ. ഈ ഫയലുകളിലല്ലേ പരിശോധന? ഫയലുകളിലാണ് പരിശോധന. അവിടെ സ്ട്രോങ് റൂം ഒന്നുമില്ല. അവിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനമാകുമ്പോൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മിക്ക ഫയലുകളും അവിടെ തന്നെയാണ്. അവിടുത്തെ ശബരിമലയിലെ തീരുമാനങ്ങളൊക്കെ, ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സ്, അതുപോലെ തന്നെ നേരത്തെയുള്ള മിനിറ്റ്സൊക്കെ നേരത്തെ തന്നെ SIT പിടിച്ചെടുത്തിട്ടൊക്കെ ഉണ്ട്. മറ്റ് ഈ വഴിപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് ഇ ഡിയുടെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ വാസുവിൻ്റെ വീട്ടിലും തിരുവനന്തപുരത്തെ വീട്ടിലും ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. അതും അവസാനിച്ചിട്ടില്ല. അതേസമയം തിരുവനന്തപുരത്ത് മറ്റ് ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും റെയ്ഡ് ഉണ്ടായിരുന്നു. ആ 2 റെയ്ഡുകളും അവസാനിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ പരിശോധന കഴിഞ്ഞ് നേരത്തെ തന്നെ ഇ ഡി സംഘം മടങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലെ പരിശോധന അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. അവിടെ സഹോദരിയുടെയും സഹോദരിയുടെ ഭർത്താവിൻ്റെയും മൊഴി ഇ ഡി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി. അത് വ്യത്യസ്തമായിട്ടാണ്, 2ആയിട്ടാണ് അവരെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സഹോദരിയുടെയും പിന്നീട് സഹോദരി ഭർത്താവിൻ്റെയും മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ചില ഭൂമി സംബന്ധമായ പ്രമാണങ്ങൾ, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കുകൾ, പാസ്പോർട്ടുകൾ, അതിൻ്റെയൊക്കെ പകർപ്പ്, ഫോട്ടോസ്റ്റാറ്റ് പകർപ്പ് ഇ ഡി ഉദ്യോഗസ്ഥർ ശേഖരിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന, ഇപ്പോൾ അറസ്റ്റിൽ ജയിലിൽ കഴിയുന്ന N. വിജയകുമാറിൻ്റെ വീട്ടിലും റെയ്ഡ് ഉണ്ടായിരുന്നു. അതും അവസാനിച്ചിട്ടുണ്ട്. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിൻ്റെ ഫ്ളാറ്റിലും റെയ്ഡ് ഉണ്ടായിരുന്നു. അതും അവസാനിച്ചു. ഇപ്പോൾ റെയ്ഡ് തുടരുന്നത് ദേവസ്വം ആസ്ഥാനത്തും ഒപ്പം തന്നെ വാസുവിൻ്റെ വീട്ടിലുമാണ് തിരുവനന്തപുരത്ത്. ഈ റെയ്ഡ് തുടരുകയാണ്. സ്വാഭാവികമായി ഇ ഡി ഈ കേസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ? അത്തരം വിവരങ്ങളുണ്ടോ? അത്തരം സാധ്യതകളുണ്ടോ? കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്നൊരു വലിയ അന്വേഷണമാണ്. കോടതി വലിയ ജാഗ്രതയോടുകൂടി നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ടും ഇനി എന്തൊക്കെ അന്വേഷിക്കണം എന്ന കാര്യത്തിലും കൂടുതൽ അറസ്റ്റിന്റെ സാധ്യത ഉൾപ്പെടെ തുറന്നിട്ടുകൊണ്ട് കോടതി തന്നെ അന്വേഷണത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് മേൽനോട്ടം വഹിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലാണല്ലോ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണ സാധ്യത എങ്ങനെയാണ്? രതീഷ്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ദ്വാരപാലക പാളികൾ കടത്തിയതും ഒപ്പം തന്നെ കട്ടളപ്പാളി കടത്തിയതും. അങ്ങനെ 2 FIR ആണ്. ആ FIRൽ ആദ്യം അതിനകത്ത് രജിസ്റ്റർ ചെയ്തിരുന്ന വകുപ്പുകൾ, ആ വകുപ്പുകൾ പ്രകാരം ഇ ഡിക്ക് ഈ കേസിൽ ഇടപെടാൻ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷം ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ടവർ കൂടുതൽ പേരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SIT അഴിമതി നിരോധന നിയമം വകുപ്പ് കൂടി ഉൾപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റാന്നി കോടതിയിൽ നിന്ന് ഈ അന്വേഷണം വിജിലൻസ് കോടതിയിലേക്ക് മാറി. സ്വാഭാവികമായും അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തുമ്പോൾ അതിൽ ഇ ഡിക്ക് ഇടപെടാം, ഇ ഡിക്ക് അതിൽ അന്വേഷണം നടത്താം എന്നുള്ള നിയമപരമായൊരു സാധുതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം അഴിമതി പണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കള്ളപ്പണമായി തന്നെ കണക്കുകൂട്ടും. ആ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഇടപെടൽ അന്വേഷണം ഇ ഡിക്ക് നടത്താം. അങ്ങനെ ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് ഇ ഡി ഈ അന്വേഷണത്തിന് തയ്യാറായത്. അത് സംബന്ധിച്ച് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകുകയും കൊല്ലം വിജിലൻസ് കോടതി അപേക്ഷ അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷം അവർ കേസ് രജിസ്റ്റർ ചെയ്തു. അതും 1ൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പൊടുന്നനെ
ഇന്ന് അപ്രതീക്ഷിതമായൊരു റെയ്ഡാണ് രാവിലെ 7 മണി മുതൽ സംസ്ഥാനത്ത്, അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി 21 കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചത്. ആ റെയ്ഡിൽ ചിലതൊക്കെ അവസാനിച്ചു, ചിലതൊക്കെ ഇപ്പോഴും തുടരുകയാണ്.